നമസ്കാരം. ഒരു പോഡ്കാസ്റ്റ് ചെയ്യണമെന്ന് കരുതിയിട്ട് ഒരുപാട് കാലമായി. പല കാരണങ്ങളെ കൊണ്ട് അത് നീണ്ടുപോയി. എനിക്കൊഴിവുണ്ടാകുമ്പോൾ ഗസ്റ്റിന് ഒഴിവുണ്ടാവില്ല, ഗസ്റ്റിന് ഒഴിവുണ്ടാകുമ്പോൾ എനിക്കൊഴിവുണ്ടാവില്ല, ഇനി രണ്ടുപേർക്ക് ഒഴിവുണ്ടെങ്കിൽ സ്റ്റുഡിയോ ഒഴിവുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് കാലങ്ങൾ ഇങ്ങനെ നീണ്ടു പോയി. അവസാനം നമ്മുടെ സുഹൃത്തും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് അറിയപ്പെടുന്ന റെഡെക്സ് മീഡിയയുടെ മുജീബിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ പോഡ്കാസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെ ഉൾപ്പെടുത്തി പോഡ്കാസ്റ്റ് തുടരാൻ തന്നെയാണ് തീരുമാനം. അത് എത്രത്തോളം മുന്നോട്ട് പോകുന്നത് എനിക്കറിയില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ചില ഇൻ്റർവ്യൂകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുള്ളവരാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ നാട്ടിലെ പ്രമുഖരായി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പോഡ്കാസ്റ്റിലൂടെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇന്ന് നമ്മോടൊപ്പം നിങ്ങൾക്കൊക്കെ സുപരിചിതനായ ലത്തീഫ് കൂടല്ലൂരാണ് എൻ്റെ കൂടെ ഉള്ളത്. ലത്തീഫിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് വളരെ സുപരിചിതനാണ്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഇന്ന് ഒരു പ്രത്യേക നാഴികക്കല്ല് എത്തിയിരിക്കുകയാണ്. 1000 ഫേസ്ബുക്ക് കഥകൾ രചിച്ചുകൊണ്ട് ഒരു ഗിന്നസ് റെക്കോർഡിലേക്ക് എത്താൻ സാഹചര്യമുള്ള ഒരു ലെവലിലേക്ക് എത്തി നിൽക്കുന്ന ലത്തീഫ് കൂടല്ലൂരിനെയാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് രചനകളെക്കുറിച്ച്, വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച്, കുടുംബകാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഈ പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്യാം. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഈ വിഷയത്തിൽ ഉണ്ടാവണമെന്ന് ആദ്യം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പോഡ്കാസ്റ്റിലേക്ക് ലത്തീഫ് കൂടല്ലൂർ ആദ്യമായി സ്വാഗതം ചെയ്യണം. നമസ്കാരം. നമസ്കാരം. ലത്തീഫിനെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മൾ 300 എപ്പിസോഡായപ്പോൾ, കഥ ഫേസ്ബുക്ക് പേജ് 300 ആയപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ ചെയ്യണ്ടേ, കാഷ്വലായിട്ട് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ഒരു മറ്റൊരു ലെവലിലേക്ക് 1000 എത്തുമ്പോൾ നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്താൽ പോരല്ലോ. അപ്പോൾ ഒരു സ്റ്റുഡിയോ ആംബിയൻസിൽ നമ്മളൊരു പോഡ്കാസ്റ്റ് തന്നെ ചെയ്യാമെന്ന് കരുതി. എന്തായാലും ഒരു പോഡ്കാസ്റ്റ് പരിപാടി ലത്തീഫിനെ വെച്ച് ആദ്യമായി തുടങ്ങാൻ കഴിഞ്ഞ വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഈ പരിപാടിയിലേക്ക്, പോഡ്കാസ്റ്റിലേക്ക് ആദ്യമായി സ്വാഗതം. എങ്ങനെ ഇപ്പോൾ 1000 എത്തിപ്പെട്ടു? 1000 എന്ന് പറഞ്ഞാൽ ആദ്യം എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഞാൻ എൻ്റെ കഥാസമാഹാരം അതിന് പേരിട്ടിരിക്കുന്നത് കൈതപ്പൂവിൻ്റെ നാട്ടിൽ നിന്നാണ്. പലരും ചോദിക്കുന്നു എന്താണ് ഈ കൈതപ്പൂവിൻ്റെ നാട്ടിൽ ചോദിക്കുന്നു. അപ്പോൾ ഈ കൈതപ്പൂവിൻ്റെ നാട്ടിൽ എന്ന് വെച്ചാൽ സത്യത്തിൽ അത് കൂടല്ലൂരാണ്. കൂടല്ലൂരിൻ്റെ മറ്റൊരു വിശേഷണമാണ് ഈ കൈതപ്പൂവിൻ്റെ നാട്ടിൽ. ഒരു കാലത്ത് കൂടല്ലൂർ ഈ പൂക്കൈതകളാൽ സമൃദ്ധമായിരുന്നു. പൂമണം വ്യാപിച്ച് ഉണ്ടായിരുന്ന ഒരു കാലത്ത് ജനിച്ചതാണ് നമ്മളൊക്കെ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ വ്യാപകമായിട്ട് ഈ കൈതപ്പൂ വിടർന്നു നിന്നിരുന്ന ഒരു കാലം, അതിൻ്റെ സുഗന്ധം ധാരാളം അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇന്ന് അങ്ങോട്ട് കൂടല്ലൂരിൽ ഒരു മുരട് പോലും നമുക്ക് കാണുന്നില്ല. അപ്പോൾ ആ സ്മരണ നിലനിർത്താനാണ് ഞാൻ എൻ്റെ കഥാസമാഹാരത്തിന് ഈ കൈതപ്പൂവിൻ്റെ നാട്ടിൽ എന്ന പേര് കൊടുത്തത്. അതാണ് എനിക്ക് ആദ്യം ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മൾക്ക് ഫേസ്ബുക്കിൽ ഇപ്പോൾ ഒരുപാട് പോസ്റ്റ് ചെയ്യുന്ന ആളാണ്, കഥകളായിട്ടും ഫോട്ടോസായിട്ടും, അല്ലെങ്കിൽ നമ്മുടെ അനുഭവക്കുറിപ്പൊക്കെ ഇടാറുണ്ട്. അതിപ്പോൾ ഒരു മാസത്തിലൊന്ന്, അല്ലെങ്കിൽ ഒരു ആഴ്ചയിലൊന്ന്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോൾ, അങ്ങനെ പ്രത്യേകിച്ച് സമയം സന്ദർഭമൊന്നുമില്ല. പക്ഷേ ഒരു കൃത്യമായ പീരീഡിൽ, ആഴ്ചകളിൽ എണ്ണിക്കൊണ്ട്, മാസം ഇത്ര എപ്പിസോഡ് എണ്ണിക്കൊണ്ട് 1000 വരെ എത്തിയത് വർഷങ്ങളുടെ പ്രയത്നം കൊണ്ടാണ്. അത് ഒരു നിസ്സാര കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ അന്ന് 300ാമത്തെ എപ്പിസോഡ് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ലത്തീഫിനോട് പറയണ്ടായി, ഇത് 1000 അന്ന് എന്നോട് പറഞ്ഞല്ലോ 1000 എത്തിക്കും എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു 1000 എത്തുമോ എന്ന് എനിക്ക് ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അപ്പോൾ ആ സന്തോഷം എങ്ങനെ പങ്കുവെക്കുന്നു? ഞാൻ 2018 ജനുവരി 1 ഞാൻ ഈ കഥയിലേക്ക് തിരിഞ്ഞത്. അന്ന് അൻവറിനോട് ഞാൻ ഇക്കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്കരക്കാർ പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് അക്കരന്ന് വൈക്കോടി തല്ലാൻ വേണ്ടിയിട്ട് കുറേ പെണ്ണുങ്ങൾ വന്നിരുന്നു. ആ കഥ വെച്ചിട്ടാണ് ആദ്യം ഞാൻ എഴുതിയത്. അതിന് പേരും കൊടുത്തത്, ഞാൻ ആ അധ്യായത്തിന് പേരും കൊടുത്തത് അക്കരക്കാർ പെണ്ണുങ്ങൾ എന്നാണ്. അതിൻ്റെ ശേഷം മാമ്പഴം കൊണ്ടൊരു കല്യാണം, ശേഷം കരണ്ട് എന്ന അത്ഭുത വെളിച്ചം, ഇങ്ങനെ തുടർന്നിട്ട് അത് ഞാൻ 300 വരെ എത്തിക്കാൻ എനിക്ക് വളരെ നിഷ്പ്രയാസം കഴിഞ്ഞു. നമ്മളത് ഇൻ്റർവ്യൂവിൽ പ്രത്യേകം പറഞ്ഞതാണ്. അവിടുന്ന് കേട്ട് ഞാൻ പിന്നെ ഓർമ്മകളിൽ, എൻ്റെ കുഞ്ഞു ഓർമ്മകളിൽ ഞാൻ ഗവേഷണം നടത്തുകയാണ്. കഴിഞ്ഞ കാര്യങ്ങൾ, എന്തെല്ലാം കളികൾ, എന്തെല്ലാം കല്യാണ ആഘോഷങ്ങൾ, പണ്ടത്തെ ഉത്സവങ്ങൾ, പണ്ടത്തെ പെരുന്നാൾ, ഓണം ആഘോഷങ്ങൾ, അതിൻ്റെ സവിശേഷതകൾ, അങ്ങനെ ഓരോന്നും ഓർമ്മകൾ ഗവേഷണം നടത്തിയിട്ട് ഓരോ അധ്യായം തയ്യാറാക്കുകയാണ്. അതായത് ഓർമ്മകൾ ഗവേഷണം നടത്തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കളിയെ പറ്റി ചിന്തിക്കുമ്പോൾ ആ കളികളിൽ പണ്ടത്തെ കുട്ടിങ്കോലും, പണ്ടത്തെ നിരച്ചക്രം, പണ്ടത്തെ കുറുക്കനും കള്ളനും പോലീസും, കുറുക്കനും കോഴിയും, അങ്ങനെ ഓരോ സംഭവങ്ങൾ, പണ്ടത്തെ വട്ടുകളി, കല്ലുകളി, കബഡി കളി, ചട്ടിപ്പന്ത്, ഏറുപന്ത്, അങ്ങനെ ഓരോ കളികളും അതിൽ ഓർമ്മകളെ ഗവേഷണം നടത്തി അത് ഓർമ്മിച്ചെടുക്കുകയാണ്.
അപ്പോൾ ഈ ഓർമ്മകൾ ഗവേഷണം നടത്തുമ്പോൾ നമുക്ക് പിടുത്തം കിട്ടും. അന്ന് കഴിഞ്ഞ ഓരോ കാര്യങ്ങളും നമുക്ക് പിടുത്തം കിട്ടും. പിന്നെ അതുമാത്രം പോരാ, ഇതിന് കുറേ സമയം വേണം, ശ്രദ്ധ വേണം, ഊർജം വേണം, പിന്നെ നല്ല ചിന്തകൾ ഗവേഷണം വേണം, പിന്നെ ഒരു ഏകാന്തത ഒക്കെ ഇതിനാവശ്യമാണ്. ഓരോ വരികൾ ഉണ്ടാക്കണമല്ലോ, പിന്നെ സർഗാത്മകത, ഇതൊക്കെ ആവശ്യമാണ്. ഇത്രയും കാര്യം ഗവേഷണം നോക്കി ഞാൻ ഓരോ അധ്യായം എഴുതിയിട്ട് അതൊക്കെ ഒരു 48 മണിക്കൂർ കൊണ്ടാണ് ഓരോ അധ്യായം എഴുതിയിട്ടുണ്ടാക്കുന്നത്. 48 മണിക്കൂർ കൊണ്ടാണ് ഇത് ഷെയർ ചെയ്യുന്നതും. എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങൾ ചിലപ്പോൾ 2 3 4 ദിവസം മുടങ്ങിയിട്ടുണ്ടാവും, എന്നാലും അത് തെറ്റാതെ ഞാനത് എഴുതിയിട്ട് ഇപ്പോൾ അത് 1000-ൽ എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഉള്ളത്. കൂടല്ലൂർ എന്ന ഗ്രാമത്തെ കുറിച്ചുള്ള കഥകളാണ് ഇപ്പോൾ 1000. അപ്പോൾ കൂടല്ലൂരിന് വിട്ടാവട്ടത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ 1000 വട്ടം എഴുതുമ്പോൾ അതിൽ ചില ആവർത്തനങ്ങൾ വരാൻ സാധ്യതയില്ലേ? ചില ആവർത്തനങ്ങൾ വരാന്ന് വെച്ചിട്ട് എന്നോട് ചോദിക്കും. ആവർത്തനങ്ങൾ പറഞ്ഞാൽ ചിലപ്പം അധ്യായത്തിൽ പിന്നെ അധ്യായം എഴുതുമ്പോൾ അത് രണ്ട് അനുഭവമായിരിക്കും. ഇപ്പോൾ ഒരു മിഠായി കഥ ഞാൻ എഴുതുമ്പോൾ ചിലപ്പം ആ മിഠായി കഥ ആവില്ല ഈ മിഠായി കഥ. ചിലപ്പം അതിന് സമാനമായ ഒരു അധ്യായം ആയിരിക്കും കൂടിയിട്ട് അത് രണ്ട് അനുഭവമായിരിക്കും. ഇതൊരു ആവർത്തന വിരസതയല്ല, അതിൽ അനുഭവങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ഏതെങ്കിലും ഒരു കളിയെക്കുറിച്ച് എഴുതുകയാണെങ്കിൽ അന്നത്തെ കളിയെക്കുറിച്ച് അതേ അനുഭവമില്ല ഈ കളിയെക്കുറിച്ച് എഴുതുമ്പോൾ. രണ്ടിലും 2 അനുഭവമായിരിക്കും. അനുഭവങ്ങൾക്കാണ് ഞാനിതിൻ്റെ പ്രാമുഖ്യം നൽകുന്നത്. അല്ലാതെ ആവർത്തന വിരസത എന്ന് തോന്നുമെങ്കിലും ഇതിന് എന്തെങ്കിലും ഒരു പിന്നെ അനുഭവങ്ങൾ വ്യത്യാസങ്ങൾ വരും. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആ അനുഭവമല്ല ഈ അനുഭവം. കാരണം മിഠായി കഥകളാണ് കൂടുതലും ഞാൻ എഴുതിയിട്ടുള്ളത്. ഈ മിഠായി കഥകളിൽ ചിലർ പറയേണ്ട ആവർത്തന വിരസത ഉണ്ടോ എന്ന് ചിലർക്ക് തോന്നിയിട്ടുണ്ടാവും, ആൾ തുറന്നു പറഞ്ഞില്ലെങ്കിലും. തലക്കെട്ട് കാണുമ്പോൾ അവർ തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ എന്താ ആവർത്തന വിരസത ഉണ്ടോ എന്ന് തോന്നും കൂടിയിട്ട് രണ്ട് അനുഭവമായിരിക്കും. ഇനി വരാൻ പോണ അധ്യായങ്ങളിലും അങ്ങനെ ഒരു മിഠായി കഥ വരുന്നുണ്ട്. അതിലും ചിലപ്പം 1-2 വരികളിൽ ചിലപ്പോൾ ഒരു ആവർത്തനം വരും. കാരണം ആവർത്തനം അവിടെ ആവശ്യമാണ്. കാരണം ആ കഥ അങ്ങോട്ട് നന്നായിട്ട് ഭംഗിയായിട്ട് വരണമെങ്കിൽ ആ 2 വരി അവിടെ കൂടിയേ ചേരൂ. അങ്ങനെ ചില സംഗതികൾ അതിലുണ്ടല്ലാതെ ഒരു അത്ര അങ്ങോട്ട് ജനങ്ങൾക്ക് പറയിപ്പിക്ക രൂപത്തിലുള്ള ഒരു ആവർത്തന വിരസത ഇന്നേ വരെയിൽ വന്നിട്ടില്ല ഈ 1000 കഥകളിലും. ഞാനും ഇതേപോലെ ചില നമ്മുടെ കൂടല്ലൂരുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ വീഡിയോ ചെയ്ത് അതൊരു വ്ളോഗായി ചെയ്യാൻ വേണ്ടി തയ്യാറെടുപ്പിൽ കുറേ വീഡിയോ ഷൂട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് യഥാസമയം നമുക്ക് ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിയാതെ നമ്മൾ ഷൂട്ട് ചെയ്യും, വീട്ടിൽ കൊണ്ടുവെക്കും. പിന്നെ ആ ഷൂട്ട് ചെയ്ത ആ ദിവസത്തെ താല്പര്യം പിറ്റേ ദിവസം ഉണ്ടാവില്ല, അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും ഇൻട്രസ്റ്റ് വരും. അങ്ങനെ ചില ഒരുപാട് വീഡിയോസ് ഞാൻ അതുപോലത്തെ കണ്ടന്റുകൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ലത്തീഫ് പറഞ്ഞ പോലെ അത് ആ കഥ എഴുതി 2-3 ദിവസത്തിനുള്ളിൽ അത് പബ്ലിഷ് ചെയ്യാൻ കാണിക്കുമ്പോൾ അത് വലിയൊരു ഡെഡിക്കേഷൻ തന്നെ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതാണ് ഈ 1000-ലെത്താനുള്ള പ്രധാനപ്പെട്ട പ്രചോദനം എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം നമ്മളൊരു വിഷയം എടുത്തു കഴിഞ്ഞാൽ ആ വിഷയത്തെക്കുറിച്ച് പഠിച്ച് നേരത്തെ ആധികാരികമായി പഠിച്ച് അതിൽ ഗവേഷണം നടത്തി അത് അതിൻ്റെ കുറ്റമറ്റ രീതിയിൽ ജനങ്ങൾക്ക് എത്തിക്കുകയാണല്ലോ. അപ്പോൾ അതിലെടുക്കുന്ന എഫേർട്ട്, അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുടുംബ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകൾ, കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, നമ്മുടെ പ്രശ്നങ്ങളുണ്ടാവും, കുട്ടികളുടെ വിഷയം ഉണ്ടാവും. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ ഈ ഇതിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത് പബ്ലിഷ് ചെയ്യാൻ കഴിയില്ല, റിലീസ് ചെയ്യാൻ കഴിയില്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് എഴുതാനും കഴിയില്ല. ചില സമയത്ത് എനിക്ക് തന്നെ അനുഭവം, ഞാൻ ചിലപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ എന്തെങ്കിലും ആവശ്യമായിട്ട് വരും, അപ്പോൾ നമുക്കൊരു ദേഷ്യപ്പെടും. അല്ലെങ്കിൽ ഭാര്യ എന്തെങ്കിലും പറയുമ്പോൾ ആ സാധനം വായിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഫ്ലോ പോകും, പിന്നെ അതവിടെ ഇടും സ്വാഭാവികമായിട്ടും. അപ്പോൾ ഒരു വീട്ടിൽ നമ്മളിപ്പോൾ വീടാണ് നമ്മുടെ പ്രധാനം, വീടും കുടുംബമാണ് നമ്മുടെ പ്രധാനം, അത് കഴിഞ്ഞിട്ടല്ലേ സോഷ്യൽ മീഡിയ ഉള്ളൂ. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഈ കണ്ടന്റുകൾ യഥാസമയം പഠിച്ച് ജനങ്ങൾക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതായത് ഈ ഫേസ്ബുക്കിൽ പലർക്കും അറിയാത്തൊരു സംഗതിയാണ്, അത് ഞാനിപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ പറയാണ്. ഡ്രാഫ്റ്റ് ഓപ്ഷൻ പറഞ്ഞ സംഭവമുണ്ട്. അതായത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് നമുക്ക് ഡ്രാഫ്റ്റിലേക്ക് സേവ് ചെയ്യാം. പിന്നെ നമ്മൾ ആ സേവ് ചെയ്താൽ അവനെടുത്തിട്ട് രണ്ടാമത് എഴുതാം. എന്നിട്ട് നമുക്ക് അസൗകര്യം നേരിടുകയാണെങ്കിൽ വീണ്ടും സേവ് ചെയ്യാം. അങ്ങനെ സേവ് ചെയ്തിട്ട് എഴുതി സേവ് ചെയ്ത് അങ്ങനെ എഡിറ്റിങ് ചെയ്തിട്ട് 48 മണിക്കൂർ കൊണ്ടാണ് ഈ ഒരു കഥ കൊണ്ടുവരുന്നത്. അത് അതിൽ 3 ദിവസം എടുക്കുള്ളൂ. അതായത് ഒരു കഥ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ 72 മണിക്കൂർ കൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റായി പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് പ്രത്യേകം അപ്ഡേറ്റിൽ ശ്രദ്ധിക്കണം. നമ്മളത് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഭാര്യ എന്തെങ്കിലും കാര്യം പറയാം. അപ്പോൾ ആ സമയത്ത് ഇത് നമുക്ക് അവർക്ക് തിരിച്ച് സേവ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത് വരാം. എന്നിട്ട് അവിടുന്ന് നമുക്ക് എടുത്തിട്ട് എഴുതാം. അവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും അസൗകര്യം നേടും, വീണ്ടും സേവ് ചെയ്യാം. അങ്ങനെ സേവ് ചെയ്തിട്ടാണ് ഇതൊരു കഥയാക്കിയിട്ട് മാറ്റുന്നത്. അപ്പോഴേക്കും 48 മണിക്കൂർ കൊണ്ട് അതിൻ്റെ എഡിറ്റിംഗ് അതിൻ്റെ എഴുതി പൂർത്തിയായിട്ട് എനിക്ക് ഷെയർ ചെയ്യേണ്ട ഇന്നേ വരെ പടച്ചവൻ്റെ അനുഗ്രഹത്താൽ അതിനൊരു തടസ്സം നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മളിപ്പോൾ എഴുത്ത് തുടങ്ങിയ സമയത്ത്
ഇങ്ങനെ 1, 2, 3, 4, 100 വരെയൊക്കെ എത്തിയപ്പോൾ 100, 200, 300, 400, 500 എത്തിയപ്പോഴും ആദ്യകാലങ്ങളിൽ ലത്തീഫിനെ അവഗണിച്ചിരുന്ന ആളുകൾ പിന്നീട് അംഗീകരിക്കുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലും മറ്റു നാടുകളും ഉണ്ടായി. ആദ്യം ഉണ്ടായിരുന്ന ഫോളോവേഴ്സ് അല്ല ഇപ്പോൾ ഉള്ളത്. നമ്മൾ നാട്ടുമായി ചുറ്റിപ്പറ്റിയിട്ടാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫോളോവേഴ്സ് ഇന്ന് ലത്തീഫിനുണ്ട് മറ്റു നാടുകളിലൊക്കെ. അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ നമ്മുടെ നാട്ടുകാരിൽ നിന്ന് പല വിമർശനങ്ങളുണ്ടായിരുന്നു. ആ വിമർശിച്ചിരുന്ന ആളുകളൊക്കെ പിന്നെ നിങ്ങളെ അനുകൂലിക്കൽ തുടങ്ങി. ആ ഒരു സന്ദർഭം എങ്ങനെ ഉണ്ടാക്കി, അങ്ങനെ ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു? ആ സന്ദർഭം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈതപ്പൂവിൻ്റെ നാട്ടിൽ എന്ന കഥ വരുന്നതിന് മുന്നേ ഞാൻ ചില കഥകളൊക്കെ എഴുതിയിരുന്നു എൻ്റെ അനുഭവം വെച്ചിട്ട്. അതിലാണ് ആ വിമർശനം വന്നിരിക്കുന്നത് കൂടുതലും. അപ്പോൾ ചില വ്യക്തിഹത്യ ചില വന്നു, അല്ലെങ്കിൽ ചില നമുക്ക് ഒരിക്കലും എഴുതാൻ പറ്റാത്ത ചില വിഷയങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വിമർശനങ്ങൾ അതിൽ വന്നിരുന്നു. ഈ കൈതപ്പൂവിൻ്റെ നാട്ടിൽ 2018 ജനുവരി 1 കൈതപ്പൂവിൻ്റെ നാട്ടിൽ എന്ന കഥ എഴുതി തുടങ്ങിയോട് കൂടിയിട്ട് അത്തരം വിമർശനങ്ങളൊന്നും അതിൽ ഉണ്ടായിട്ടില്ല. കാരണം അത് വായിക്കുന്നവർക്ക് വളരെ വ്യക്തമാണ്. കഥ ഇതെല്ലാം സത്യമാണ്, ഇതെല്ലാം പണ്ടത്തെ ഓർമ്മകളാണ്, നമ്മളൊക്കെ എല്ലാവരെയും അനുഭവങ്ങളാണെന്ന് അവർക്ക് വായിക്കുമ്പോൾ തന്നെ അവർക്ക് വ്യക്തമായി വരും. അപ്പോൾ അവർക്ക് വിമർശിക്കാനോ അല്ലെങ്കിൽ അത് അവഗണിക്കാനോ ഒന്നും അതിലുള്ള ഒരു അധ്യായം അതിൽ വരുന്നില്ല. വളരെ കറക്റ്റാണ് നമ്മൾ എഴുതുന്നത്. ഇന്നോളം 1000 വരെ എത്തിച്ചേരും ഒരിക്കൽ പോലും ഒരു വിമർശന അതിൽ ആ ഒരു കഥക്കും വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. നല്ല കാര്യം തന്നെ. അപ്പോൾ ഈ വിമർശനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യകാലങ്ങളിൽ ലത്തീഫ് നമ്മുടെ കൂടൽക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രൂപ്പിൽ തന്നെ പല ആളുകളും നമ്മൾ നാട്ടുകാർ ജോയിൻ ചെയ്ത സമയത്ത് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നു. ലത്തീഫിനെ ആഡ് ചെയ്തപ്പോൾ ഒരാൾ ഇന്ന് ലെഫ്റ്റ് അടിച്ചു പോയി. അയാൾ പറഞ്ഞൊരു കാരണം ലത്തീഫുള്ള ഗ്രൂപ്പിലൊന്നും ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അത്രയും വിദ്വേഷത്തോടു കൂടിയിട്ടാണ് അന്ന് അയാൾ പറഞ്ഞത്. പക്ഷെ ആളുകളൊക്കെ ഈ പറയപ്പെട്ട ആളെ വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല, ആളുകളൊക്കെ പിന്നീട് ലത്തീഫിന് സ്വീകരണം നൽകാനും പിന്തുണക്കാനൊക്കെ തയ്യാറായെന്ന് പറയുമ്പോൾ അത് കാലം കൊടുത്ത ഒരു മറുപടിയല്ലേ ഇത്? തീർച്ചയായും. കാരണം അദ്ദേഹത്തിന് ഇവനൊക്കെ സ്കൂളിലൊക്കെ അണ്ടി കളിച്ച് നടന്നവനും ഗോട്ടി കളിച്ച് നടന്നവനും ഒരു അക്ഷരജ്ഞാനമില്ലാത്തവനും അല്ലെങ്കിൽ അത്ര അങ്ങോട്ട് ചിന്താശക്തി ഇല്ലാത്തവനൊക്കെ അല്ല ഇവനൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനത്തെ ഒരു പ്രകടനം കാഴ്ചവെക്കാനായോ എന്നുള്ള തോന്നലും, പിന്നെ അതിൻ്റെ പുറമെ ചിലപ്പോൾ ഒരു വ്യക്തിവിരോധമൊക്കെ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടുള്ള വ്യക്തിവിരോധമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ആ വിരോധവും ഒക്കെ ആയിരുന്നു മുമ്പ് പലർക്കും ഉണ്ടായിരുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ എഴുത്തുകളെല്ലാം വായിക്കുമ്പോൾ എൻ്റെ മികച്ച പ്രകടനം, അതിൻ്റെ ഓർമ്മശക്തി, കാരണം ഓരോ സംഭവങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെ ഡേറ്റും മാസവും ആഴ്ചകളും ദിവസങ്ങളടുത്തും എഴുതുമ്പോൾ എൻ്റെ ഓർമ്മശക്തിയും ഞാൻ എഴുതിയത് മുഴുവൻ വളരെ സത്യമാണ്. കാരണം അവർ മറന്നുപോയ കാര്യങ്ങൾ ഏതൊരു വിഷയത്തിലായിക്കോട്ടെ, ഏതൊരു സംഗതികളായിട്ട് അവർ മറന്നുപോയ കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ അതിൻ്റെ ആ ഡേറ്റുകളടക്കം എടുത്ത് എഴുതിയിട്ട് സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് അംഗീകരിക്കാൻ നിവർത്തിയില്ല എന്നതാണ് ഇതിലെ സത്യം. ചില കഥകൾ ചില കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കില്ല. അപ്പോൾ അത് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുടുംബവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ വന്നിട്ട് അത് എഴുതിയത് ശരിയായില്ല, അല്ല അത് ശരിയല്ല, അത് അങ്ങനെയല്ല ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിലൊരു എന്തെങ്കിലും ഒരു താല്പര്യക്കുറവ് അതിൽ പറയാറുണ്ടോ? ഇന്നേ വരെ ഞാൻ വ്യക്തികളെ കുറിച്ചിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒരാളും ഇന്നേ വരെ ആ എഴുതിയത് അത് ശരിയായില്ല, അതിൽ ആ വരി പ്രയോഗം തെറ്റായിപ്പോയി, അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് അങ്ങനെ എഴുതേണ്ടിയില്ല, ആ വ്യക്തിക്ക് ആ വിശേഷം കൊടുക്കാനുള്ള അത്രക്ക് അങ്ങോട്ട് സെറ്റപ്പിലേക്കൊന്നും പ്രഭാവമൊന്നും ആ വ്യക്തിക്കില്ല എന്ന് ഇന്നേ വരെ ഒരാളും പറഞ്ഞിട്ടില്ല. എല്ലാവരും അത് അംഗീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓരോ വ്യക്തിയെക്കുറിച്ച് എഴുതുമ്പോഴും ആ വ്യക്തിയെക്കുറിച്ച് പഠിച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. പഠിച്ചിട്ട് എഴുതുമ്പോൾ പൊതുസമൂഹം അത് അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ആദരവുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആദരിക്കുന്ന ചടങ്ങുകൾ മൊത്തത്തിൽ നമ്മുടെ നാട്ടിൽ കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ ആദരവിൻ്റെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഒത്തിരി ആദരവുകൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ലത്തീഫിനെ തേടിയെത്തുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ആദ്യമായി അൻവർ ഓർമ്മ ഉണ്ടാവും. അൻവറാണ് എനിക്ക് അവാർഡ് തന്നത്. കൂട്ടത്തിൽ ഏറ്റവും നല്ല മനോഹരമായ എഴുത്ത് കാഴ്ചവെച്ചതിന് 2017 ഒക്ടോബറിൽ അൻവർ എനിക്കൊരു അവാർഡ് തരണ്ടായി. ഹൈസ്കൂളിൽ വെച്ചിട്ട് നമ്മളെ MT രവീന്ദ്രന്റെ കൈകൊണ്ടാണ് ഞാനത് ഏറ്റുവാങ്ങിയത്. അങ്ങനെ ഒരു അവാർഡ് ലത്തീഫ് കൂടൽ വന്ന വ്യക്തിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല, അതും പ്രഥമ അവാർഡ് കൊടുക്കാൻ കഴിഞ്ഞില്ല. വളരെ സന്തോഷം, അഭിമാനമുണ്ട്. ആ അവാർഡിന് ശേഷം പിന്നെ എനിക്ക് അവാർഡ് കിട്ടിയത് MP രാജേഷിന്റെ കൈകൊണ്ട് നമ്മളെ കൂടല്ലൂർ എയർ ഓഫീസിന്റെ നമ്മുടെ അമിതാജിന്റെ കെട്ടിടത്തിന് മുകളിൽ വെച്ചിട്ടാണ് നമ്മുടെ MP രാജേഷിൽ നിന്ന് അത് ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യമുണ്ടായി. അതിൻ്റെ ശേഷം എനിക്ക് നമ്മുടെ കൂടല്ലൂരിൽ തന്നെ നമ്മളെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സ്നേഹാദരം
എനിക്ക് ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം ഉണ്ടായി. നമ്മൾ അസീസ്ക്കാണ് അതെനിക്ക് സമർപ്പിച്ചത്. പിന്നെ കോഴിക്കോട് നമ്മളെ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു സ്നേഹാദരം എനിക്ക് സമർപ്പിക്കേണ്ടായി. അതിൻ്റെ പ്രവർത്തനമാണ് എനിക്കത് സമർപ്പിച്ചത്. അതിൻ്റെ ശേഷം നമുക്ക് നമ്മുടെ MSM ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നമ്മൾ ആഗസ്റ്റ് 15 കഴിഞ്ഞ വർഷം ആഗസ്റ്റ് 15 ഒരു സ്നേഹാദരം എനിക്ക് കിട്ടേണ്ടായി. അതിൻ്റെ ശേഷം എനിക്ക് എഴുത്തില്ലം ഗ്രൂപ്പിൽ നിന്ന് ഏറ്റവും നല്ല പോസ്റ്റ് സമർപ്പിക്കുന്ന ആൾ നമ്മളെ സാഹിത്യ പ്രതിഭ എന്ന് പറഞ്ഞിട്ട് ഒരു സ്നേഹാദരം അവർക്ക് സമർപ്പിക്കേണ്ടായി. അതിൻ്റെ ശേഷം ഇപ്പോൾ ഈ ഒരാഴ്ച മുമ്പ് നമ്മൾ അരുണോദയം വായനശാല ഒട്ടേറെ പേര് ആദരിച്ചു. അവർ എനിക്കും ഒരു സ്നേഹാദരം സമർപ്പിക്കുകയുണ്ടായി. അങ്ങനെ 7ഓളം സ്നേഹാദരങ്ങൾ, അവാർഡുകൾ എനിക്ക് ഈ കഥയ്ക്ക് ലഭിക്കുണ്ടായുള്ള സന്തോഷം കൂടി ഇതിനോടൊപ്പം അറിയിക്കട്ടെ. നമ്മളിത് എഴുതി തുടങ്ങിയ കാലത്ത് അതായത് 300, 400, നേരത്തെ പറഞ്ഞ 500 വരെയൊക്കെ എത്തിയപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇതൊരു ഇത്രയും പോസ്റ്റുകളെല്ലാം പിന്നീട് കാലം കൊണ്ട് ചിലപ്പോൾ ഓർമ്മിക്കപ്പെടാൻ സാധ്യതയില്ല. ഒരു ഫേസ്ബുക്ക് പേജാണെങ്കിൽ ഡിലീറ്റായി പോയി കഴിഞ്ഞാൽ അത് നമ്മൾ നഷ്ടപ്പെടും. അപ്പോൾ ഈ രചനകളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു പുസ്തകമാക്കണം എന്നൊരു ചർച്ച നമ്മൾ കൂടുതൽ കൂട്ടും. അതുപോലെ തന്നെ നാട്ടിൽ മറ്റ് പല സംഘടനകളും നടത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പുസ്തകമാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും അതുമായി സമീപിച്ചിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ നിലപാട്? പുസ്തകം ആക്കുന്നതിനെ കുറിച്ചിട്ട് ഞാൻ പല പ്രമുഖന്മാരുമായിട്ട് ഞാൻ കൂടിയിരിക്കുകയാണ് ഇപ്പോൾ. അതായത് ഒരു 101 കഥ, 1000 കഥകൾ പുസ്തകമാക്കാൻ പെട്ടെന്ന് സാധ്യമാവില്ല. അപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഒരു 101 കഥകളെ ഒരു പുസ്തകം ഇറക്കാനാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞാൽ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അത് നമ്മളെ ഹുസൈൻ തട്ടത്താഴത്ത് TVM മലി ഇവരുകൂടി ഞാൻ സംസാരിച്ച് നോക്കുമ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ കുറച്ച് തിരക്കിലാണ്, സാവകാശം മറുപടി ഇതിനെ അറിയിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരു 101 കഥകൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് അപ്പോൾ അവർ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് എന്നോട് അയച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവരാദ്യം ഞെട്ടലാണ് പ്രകടിപ്പിച്ചത്. കാരണം 1000ഓളം കഥകളോ എന്താ ഞങ്ങൾ ഈ കാണുന്നത് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഇവരിതിൽ മഹാ അത്ഭുതമാണ് പ്രകടിപ്പിച്ചത്. മാഷാ അള്ളാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ കൂടുതൽക്കാരെ സംബന്ധിച്ചൊരു അത്ഭുതമല്ല. അല്ല, പക്ഷെ മറ്റുള്ളവർ, കാരണം ഇത്രയും കഥകളൊന്നും ചോദിച്ചപ്പോൾ അപ്പോൾ അത്രയും കഥകളൊന്നും വേണ്ട, ഞാൻ എൻ്റെ 101 കഥകൾ സെലക്ട് ചെയ്തിട്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഇതിലൊക്കെ നല്ലത് എഴുത്തുകാരൻ തന്നെ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ എഴുത്തുകാരൻ്റെ 101 കഥകൾ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരിക. ഞങ്ങൾ ഇതിൻ്റെ വിവരം പിന്നീട് അറിയിക്കാമെന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തിരക്കിലാണ്, നമുക്ക് സാവകാശം പോരെന്ന് ഞാൻ പറഞ്ഞു. സാവകാശം മതി, കാരണം പഞ്ചായത്ത് ഇലക്ഷനൊക്കെ മുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് സാവകാശം മതി എന്ന് പറഞ്ഞിട്ട് 101 കഥകളുടെ ഒരു പുസ്തകം നമ്മൾ അവിടെ തന്നെ പ്രസിദ്ധീകരിക്കാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കവറ് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. പണ്ട് അൻവർ തന്നെ എനിക്കൊരു കൈതപ്പൂവിൻ്റെ നാട്ടിൽ പറഞ്ഞിട്ട് ഒരു മനോഹര പൂക്കൈതറ ചിത്രമൊക്കെ വെച്ചിട്ട് ഒരു കവറ് എനിക്ക് അയച്ചു തന്നിരുന്നു. അത് അയച്ചത് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ പ്രസിദ്ധീകരിക്കാമെന്നുള്ള അവർ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. എന്തായാലും ആ പുസ്തക പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്നും ഉറപ്പ് നൽകുകയാണ്. കാരണം അത് നമ്മുടെ കൂടി ഒരു ആവശ്യമാണ്, നാടിൻ്റെ ഒരു ആവശ്യമാണ്. കൂടല്ലൂർ എന്ന് പറഞ്ഞാൽ ഒരുപാട് എഴുത്തുകാരുടെ നാടാണ്. മലയാള സാഹിത്യത്തിൻ്റെ ഏറ്റവും അത്യുന്നതിയിൽ നിന്ന മഹാനായ MTയുടെ നാടാണ്. അപ്പോൾ MTയുടെ എഴുത്തിൻ്റെ പിൻതലമുറക്കാരാണ് നിങ്ങളൊക്കെ. അപ്പോൾ ആളുകൾ കൂടല്ലൂർ എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് MTയും പിന്നെ അവസാനത്തെ കേൾക്കുമ്പോൾ ലത്തീഫ് കൂടല്ലൂർ നോക്കുമ്പോൾ ഈ 2 രചനകളെ കുറിച്ച് ആളുകൾ താരതമ്യം ചെയ്യും. അതിൻ്റെ ഒരു പിൻതലമുറക്കാരനാവാനുള്ള യോഗ്യത ഉണ്ടോ, അല്ലെങ്കിൽ കഥകളിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാദൃശ്യമുണ്ടോ എന്നൊക്കെ പരിശോധിക്കപ്പെടാറുണ്ടോ സാധാരണ? അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതായത് പറയും MTക്ക് ശേഷം നമ്മൾ ലത്തീഫ് ഈ രംഗത്ത് കടന്നു വരണം. MT വലിയൊരു നഷ്ടമാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് MT വലിയൊരു നഷ്ടമാണ്. പക്ഷേ ആ നഷ്ടം നികത്താൻ തീർച്ചയായും ആ വിടവ് നികത്താൻ ലത്തീഫ് ഈ രംഗത്ത് വരണം എന്ന് പലരും എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. സത്യത്തിൽ നമുക്കൊരു എഴുത്തിനൊരു പ്രചോദനം കൂടിയാണത്. കൂടുതൽ നമ്മൾ എഴുത്ത് നന്നാക്കാൻ, നമ്മൾ കൂടുതൽ വിഷയങ്ങൾ കണ്ടെത്താൻ നമുക്ക് ഒരു പ്രചോദനം കൂടിയായിരുന്നു ആ എഴുത്ത്. പലരും എന്നോട് പറച്ചിലുണ്ടായിട്ടുണ്ട്. ഒരുപാട് MT എഴുതാത്ത കുറേ വിഷയങ്ങൾ, MT ഇത്ര വലിയ ലോകോത്തര എഴുത്തുകാരനായി മാറിയിട്ടും MTയുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരുപാട് വിഷയങ്ങൾ ഇനി കൂടല്ലൂർ തന്നെ ഉറങ്ങിക്കിടപ്പുണ്ട്. അതെല്ലാം ലത്തീഫ് ഉണർത്തണം എന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത്രയും വിഷയങ്ങളിൽ ഇപ്പം ഞാൻ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗവേഷണമായിരിക്കും ഈ 1000-ന് ശേഷം ജീവിത അധ്യായങ്ങളിൽ വരാൻ വേണ്ടി പോവുക. വളരെ നല്ല കാര്യം. ഞാൻ MT തന്നെ ഒരിക്കൽ പറയണ്ടായി, MTക്ക് എഴുതി തീർക്കാൻ കഴിയാത്ത അത്രത്തോളം കഥകൾ കൂടല്ലൂരിൽ ഉണ്ടെന്ന് അദ്ദേഹം തന്നെ ഒരിക്കൽ പറയണ്ടായി. അപ്പോൾ ആ കഥകളിൽ നിന്ന് തിരഞ്ഞെടുത്ത് അപ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു ടാസ്ക്കാണ്. എന്തായാലും അത്തരമൊരു
കാര്യത്തിലേക്ക് ഇറങ്ങുന്ന ലത്തീഫിന് എല്ലാവിധ പിന്തുണയും ആശംസകളും ഈ വഴി സമയത്ത് നേരാണ്. കാരണം അത് വളരെ അത്യാവശ്യമായ കാര്യം തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ വേറൊന്നും എനിക്ക് പറയാനുണ്ട്. നമുക്കൊരു കഥകൾ കിട്ടാൻ ചിലപ്പോൾ നമ്മൾ മെയിൻ റോട്ടിൽ കൂടെ പോയാൽ നമ്മൾ കിട്ടിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ കാട് കയറേണ്ടി വരും, ഒരുപാട് കാടുകൾ കയറേണ്ടി വരും. ചിലപ്പം പിന്നെ പല ഇടവഴികൾ കയറിയിട്ട് പല കുന്നിൻ നിരപ്പുകൾ കയറിയിട്ട് അവിടെയൊക്കെ ചെല്ലുമ്പോഴാണ് നമ്മുടെ ഓർമ്മകൾ ഉണരുക. അങ്ങനെ അത്രയും കാടുകൾ, നമ്മളെ ചോരക്കാട്, അവിടെ മേഴിക്കുന്ന്, നമ്മളെ പിന്നെ മരമക്കാവ് കുന്ന്, അത്രയും കുന്നുകൾ കയറുമ്പോൾ നമ്മളെ ഓർമ്മകൾ, നമുക്ക് ഓർമ്മിക്കുന്ന ഓർമ്മകൾ അവിടെ എത്തുമ്പോൾ, ആ സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് ഓർമ്മകൾ ഉണരും. അങ്ങനെ ഒരു ഗവേഷണം നടത്തുമ്പോൾ അത്രയും സാഹസികത നമുക്ക് ഇതിന് വേണ്ടി വന്നിട്ടുണ്ട് എന്നും കൂടി ഞാൻ ഇതിന് ഒപ്പം ചേർത്ത് പറയാണ്. അല്ല, ഇത്രയും കുന്നുകളും വഴികളൊക്കെ താണ്ടിയിട്ടാണ് ഇത്രയും കഥകൾ ഒരു വീട്ടിലിരുന്നാൽ നമുക്കൊരു വീട്ടിലിരുന്നാൽ കിട്ടാവുന്ന ഒന്നല്ല അത്. നമുക്ക് പുറത്തിറങ്ങി നടക്കേണ്ടി വരും, ഒരുപാട് മുഖങ്ങളെ നമ്മൾ കാണേണ്ടി വരും, ഒരുപാട് പിന്നെ എന്താണ് ഒരുപാട് ഘട്ടങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. കാരണം ഒരു അധ്യായം പറക്കുമ്പോൾ കാണുന്നവനക്ക് ഇതിപ്പോൾ എന്താ ഒരു അധ്യായം, അത്രേ ഉള്ളൂ. വളരെ നിസ്സാരമായിട്ട് അവർക്ക് വായിച്ചെടുത്തിട്ട് അവർക്ക് വായിക്കാം, അവഗണിക്കേണ്ടവർക്ക് അവഗണിക്കാം. പക്ഷേ ഒരു അധ്യായം പറക്കണമെങ്കിൽ അതിന് നല്ലോണം ഓർമ്മകൾ, നല്ലോണം ഗവേഷണം നടത്തണം. ഇത്രയും ദുർഘടം പിടിച്ച ഇടവഴികൾ നമ്മൾ താണ്ടിയിട്ട് വേണം ഈ കഥ തയ്യാറാക്കാൻ. അല്ല, അത് വായിക്കുന്നവർക്ക് ഒരു ആസ്വാദനം കൂടി കിട്ടണമല്ലോ. നമുക്ക് ഈ പോയ വഴികളിലൂടെ കിട്ടിയത് മുഴുവൻ അതുപോലെ എഴുതിയിട്ടാണ് പ്രസിദ്ധീകരിക്കാൻ കഴിയില്ലല്ലോ. അത് വായനക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം അവതരിപ്പിക്കാൻ. അതിന് പ്രത്യേക കഴിവ് തന്നെ വേണം. കാരണം ഇതിൽ എപ്പോൾ നമുക്ക് പിന്നെ ഓർമ്മശക്തി മാത്രം ഉണ്ടായ പോരാ, എഴുതാനുള്ള ഊർജം, ആരോഗ്യം ഒന്നും ഉണ്ടായ പോരാ. സർഗാത്മകത എന്നൊരു സംഭവം അത്യാവശ്യമാണ്. അതും കൂടി ഉണ്ടെങ്കിൽ വായനക്കാർക്ക് ഒരു വരി വായിക്കുമ്പോൾ അടുത്ത വരിക്ക് സ്വാഭാവികമായിട്ട് ആകർഷണം വരണം. ആ ആകർഷണം വേണമെങ്കിൽ സർഗാത്മകത എന്ന സംഭവമുണ്ട്, അതും കൂടി അതിൽ വേണം. തീർച്ചയായിട്ടും ചില പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും ഇത് വായിക്കണോ വേണ്ടത്. അപ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് മറ്റു ജോലിയിലേക്ക് പോകും. ചില പുസ്തകങ്ങൾ ആ ഒറ്റ ഇരിപ്പിൽ തന്നെ ഇരുന്ന് അത്രയും 100 പേജിൻ്റെ ആ 100 പേജും അവസാനിപ്പിച്ചിട്ട് നീക്കാൻ കഴിയുള്ളൂ. അത് ഒരു കഥ വായിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ആ കഥ, നമുക്ക് എത്ര തിരക്കുള്ള സമയമാണെങ്കിലും ഒരു കഥ വായിക്കാൻ തുടങ്ങിയാൽ ചില കഥകൾ നമ്മൾ അവസാനിപ്പിച്ചേ നമ്മൾ എണീക്കുള്ളൂ. കാരണം തന്നെ അത് ഒരു വരി നമ്മൾ വായിച്ചു കഴിയുമ്പോഴേക്കും അടുത്ത വരി വായിക്കാനുള്ള പ്രേരണ ഈ വരിയിലുണ്ടാവും. അതാണ് അതിൻ്റെ സർഗാത്മകത, അതാണ് എഴുത്തുകാരുടെ ഒരു കഴിവ് എന്ന് പറഞ്ഞത്. അങ്ങനെ പല അധ്യായങ്ങളിലും ഞാൻ ആ പ്രേരണ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ കഥ എഴുതി വിജയിച്ചിട്ട് അത് 1000-ലെത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അല്ല, നേരത്തെ പറഞ്ഞല്ലോ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും എന്ന് പറഞ്ഞത്. വീട് വിട്ട് ഇറങ്ങി നമ്മൾ ഈ കുന്നും ഇടവഴിയും പുഴയും ഒക്കെ താണ്ടി വേണം കഥകൾ കിട്ടാൻ. വീട്ടിലിരുന്നും കൊണ്ട് നമുക്ക് ഇത് എത്രത്തോളം ചെയ്യാൻ കഴിയുന്നുണ്ട് വീടിൻ്റെ സാഹചര്യത്തിൽ? വീട്ടിലെ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വീട്ടിലെ സാഹചര്യത്തിൽ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് തിരക്കേറിയ അന്തരീക്ഷം നമുക്കറിയാമല്ലോ. തിരക്കൊഴിഞ്ഞ അന്തരീക്ഷമാണ് ഞാൻ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുക. മെയിനായിട്ട് എനിക്ക് ഇതിൻ്റെ സമയം കിട്ടുക പിന്നെ രാത്രി ഒരു 7 മണിക്ക് ശേഷമാണ്. 7-9 മണി സമയത്ത് കുറേ ശാന്തമായ അന്തരീക്ഷമാണ്. ഈ സമയത്താണ് നമ്മൾ പകല് നമ്മൾ ഗവേഷണം നടത്തുന്ന ആ സംഗതികളെല്ലാം നമ്മൾ ഓർമ്മയിലെടുത്തിട്ട് അത് വരികളാക്കുക അധികം ഈ രാത്രി സമയങ്ങളിലാണ്. പിന്നെ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ള 1 മണിക്കൂർ, പിന്നെ കാലത്ത് നേരത്തെ എണീച്ചിട്ട് നമ്മുടെ സുബഹിസ്കാരം കഴിഞ്ഞിട്ടുള്ള ഒരു 1.5 മണിക്കൂർ ഒക്കെ ഈ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗപ്പെടുത്തും. പിന്നെ അത് ക്രോഡീകരിക്കുകയാണ്. കാരണം വിവിധ സമയങ്ങളിൽ എഴുതുന്ന ഓരോ വരികളും പരസ്പരം ചേർത്തിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ക്രോഡീകരിക്കുക. അങ്ങനെ ക്രോഡീകരിച്ചിട്ട് അതിൻ്റെ അക്ഷരത്തെറ്റ് മുഴുവൻ പരിശോധിച്ചിട്ട് ഷെയർ ചെയ്യാൻ കുറെ ഉറപ്പായി എന്ന് കണ്ടതിന് ശേഷം നമ്മൾ ഷെയർ ചെയ്യൽ. ഈ എഴുത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നാട്ടുകാരിൽ നിന്നുള്ള പൂർണ്ണ പിന്തുണ ഇപ്പോൾ ഏറെക്കുറെ ഉണ്ട്. വീട്ടുകാർ അതുപോലെ തന്നെ കുടുംബങ്ങളിൽ നിന്ന്, മക്കളിൽ നിന്ന്, ഭാര്യയിൽ നിന്നൊക്കെയുള്ള സപ്പോർട്ട് എങ്ങനെ? വ്യത്യസ്ത പ്രതികരണമാണ് വരിക. ചിലവർക്ക് ഇതൊക്കെ ഇത്രയും പ്രായമൊക്കെയായി ഇനിയിപ്പോൾ എഴുതിയിട്ട് പ്രസിദ്ധനായിട്ടുണ്ടെങ്കിൽ ഇതോടൊക്കെ ഞാൻ എന്ത് കാര്യം. ചിലവർ തീർച്ചയായും എഴുതേണ്ട തന്നെയാണ്. അല്ലെങ്കിൽ ചിലവർ ഈ എഴുത്തിനോട് അത്ര താല്പര്യമില്ലാത്ത, കാരണം വ്യത്യസ്ത വീക്ഷണങ്ങളായിരിക്കും. അപ്പോൾ വ്യത്യസ്ത പ്രതികരണമാണ്. പക്ഷെ തുടക്കത്തിൽ അത് വളരെയധികം ശതമാനം കൂടുതലായിരുന്നു. എന്തിനെഴുത്. പക്ഷെ ക്രമേണ ഇന്നിപ്പോൾ വളരെ എല്ലാവരും, കുടുംബത്തിൽ ഏറെക്കുറെ എല്ലാവരും എഴുത്തിന്, അതായത് 10,000 കഥകളൊക്കെ എഴുതിയുണ്ടാക്കുക, എന്നിട്ട് അത് ലോകത്തിന് സമർപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അപ്പം എൻ്റെ കഴിവിനെ ഇന്ന് കൂട്ടുകുടുംബങ്ങൾ എല്ലാവരും അംഗീകരിച്ച് ഇപ്പോൾ എല്ലാവിധ സപ്പോർട്ടും ഇപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ എഴുത്തല്ലാതെ മറ്റ് എന്ത് ഹോബികളാണ്? എഴുത്തല്ലാണ്ട് എനിക്ക് ഹോബിയുള്ളത്, എനിക്ക് വീട്ടിൽ ചെടിയെ പരിചരിക്കുക.
മനോഹര ചട്ടികൾ പെയിൻറ്റിങ് ചെയ്തിട്ട് അതിനനുസരിച്ച പൂക്കൾ ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ ഒരു കളർ ഗാർഡൻ ഒക്കെ നിർമ്മിച്ചു. അങ്ങനെയുള്ളൊരു ഹോബിയും കൂടി എനിക്ക് ഉണ്ടായിരുന്നു. ഏറെക്കുറെ ഞാനിപ്പോൾ ആ ഹോബി അന്ന് കുറച്ച് ഞാൻ വിട്ടു നിൽക്കുകയാണ്. കാരണം നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേക കാലാവസ്ഥ അത്രയും ഒരു ഗാർഡനിൽ ചേർന്നതല്ല. കഴിഞ്ഞ മെയ് മാസത്തിലുണ്ടായ കൊടുങ്കാറ്റിൽ, തുടർച്ചയായി ഒരാഴ്ചയുടെ കൊടുങ്കാറ്റിൽ എൻ്റെ കുറേ ചട്ടികളും ചെടികളെല്ലാം നശിച്ചു. അതിൻ്റെ ശേഷം എനിക്ക് താല്പര്യം കുറഞ്ഞു. ഇപ്പോൾ ഞാൻ അത്രയും ഹോബികൾ വിട്ടുനിന്നിട്ട് ഇപ്പോൾ ഞാൻ 24 മണിക്കൂറും മെയിനായിട്ട് എൻ്റെ ചിന്ത ഈ എഴുത്തിരിക്ക തന്നെ. മറ്റുള്ള ഹോബി ഇല്ലായില്ല, അതിലൊക്കെ കുറച്ചൊരു വിട്ടുനിന്നിട്ട് ഇപ്പം ഞാൻ പൂർണ്ണമായിട്ടും എഴുത്തിനാണ് എൻ്റെ ശ്രദ്ധ കൊടുക്കുന്നത്. അത്യാവശ്യം കുടുംബ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒഴിവരുന്ന സമയം ഞാൻ എഴുത്തിന് വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത്. കാരണം ഇനിയും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും, അതെല്ലാം കണ്ടെത്തണം. ഈ 1000 കൊണ്ട് നിർത്തരുത് എന്ന് എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. 1000 എത്തിക്കഴിഞ്ഞാൽ നിർത്തരുത്, പിന്നെ തുടർന്ന് അങ്ങനെ പോയിക്കോട്ടെ. ലത്തീഫിൻ്റെ കഴിവ് ലോകം ഒന്ന് അറിയട്ടെ എന്ന് പലരും ഇന്നും കൂടി രണ്ടു ആൾക്കാർ ഫോൺ വിളിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു സജഷൻ, ഇപ്പൊ 1000-ലെത്തിയില്ല, ഒരു പ്രത്യേക നാഴികളിലും എത്തി. നേരത്തെ പറഞ്ഞ പോലെ കൂടല്ലൂരിൽ MT കാണാത്ത ചില കഥകൾ, അത്തരം കഥകളിലേക്ക് പോയിട്ട് ഒന്ന് ഫിൽട്ടർ ചെയ്യുന്നത് നല്ലതല്ലേ എന്നൊരു അഭിപ്രായം. അല്ലാതെ വാരി വലിച്ചെഴുതാതെ ഇനി കുറച്ച് കൺട്രോൾ ചെയ്തിട്ട് കാര്യങ്ങൾ ഫിൽട്ടർ ചെയ്തിട്ട് നമ്മൾ എവിടെയും കിട്ടാത്ത കഥകൾ, അത് നമ്മൾ എണ്ണം നോക്കാതെ ആളുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ ചില സംഭവങ്ങൾ, ചില കഥകൾ, ചില ചരിത്രങ്ങൾ, ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ നാടിന്റെ. അതൊന്ന് കൂടുതൽ ഗവേഷണം നടത്തി എണ്ണത്തിന്റെ കാര്യത്തിൽ ഇനി വിടുക. ഇനിയിപ്പോ നമ്മൾ എണ്ണത്തിലെത്തിയല്ലോ, എണ്ണമല്ല പ്രധാനം. ഇനി ആ കണ്ടന്റ്, ആർക്കും കിട്ടാത്ത കണ്ടന്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ലത്തീഫിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നു. അതായത് ഇപ്പോൾ താങ്കൾ പറഞ്ഞത്, ഇപ്പോൾ 1000-ൽ എത്തിയ സ്ഥിതിക്ക് ഇനി കൂടുതൽ എണ്ണം കൂട്ടാണ്ട് എഴുതുമ്പോൾ ഒന്നുകൂടി ഫിൽട്ടർ ചെയ്തിട്ട് ഒന്നും കൂടി ജനശ്രദ്ധ വരുന്ന കുറേ വിഷയങ്ങൾ എൻ്റെ ഭാഗത്തുണ്ടാവും. തീർച്ചയായും അതിനുള്ള ശ്രമങ്ങളാണ്. അതായത് ഇപ്പോൾ ഒരു 4-5 അധ്യായം 5-6 അധ്യായം ഇപ്പോൾ എഴുതി കഴിഞ്ഞതുണ്ട്. തുടർന്ന് ഷെയർ ചെയ്യാൻ അധ്യായം എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഇനി കൂടുതൽ, അതായത് പെട്ടെന്ന് ഒരാൾക്ക് അറിയപ്പെടാത്ത കുറേ അധ്യായങ്ങളിലേക്ക് എൻ്റെ ശ്രദ്ധ കൊടുക്കാനും അതിൽ ഗവേഷണം നടത്താനാണ് ഇനി ഞാൻ ശ്രമം ആരംഭിച്ചിട്ടുള്ളത്. അല്ല, നമ്മളിപ്പോൾ ഒരു എണ്ണം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ എണ്ണം ഒപ്പിക്കാൻ വേണ്ടി നമ്മൾ പല കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് എണ്ണത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ, അപ്പോൾ ഈ എണ്ണത്തിനല്ലാതെ പ്രാധാന്യം ഇനി ആ രചനയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ വ്യത്യസ്തമായ രചനകളാവുമ്പോൾ അത് കൂടുതൽ ആസ്വാദകരമാവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായമാണ്. ലത്തീഫിനെ എങ്ങനെ തോന്നുന്ന പോലെ ചെയ്യും. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ നമുക്ക് 1000 കടന്ന സ്ഥിതിക്ക് നമ്മൾ അത്ര എണ്ണത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം 1000 കഥ എന്ന് പറഞ്ഞത് എന്നോട് ഒരു 4-5 ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ 2-3 ചോദ്യം കേരളീയ സമൂഹത്തോട് ചോദിക്കേണ്ടതുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ, അതായത് അനുഭവസുന്ദരമായ കഥ എഴുതിയിട്ട് ഈ 1000-ൽ എത്തിച്ച രണ്ടാമത്തൊരു വ്യക്തി, അതായത് ഫോട്ടോ ഇടും, പഴമയുള്ള ഫോട്ടോ ഇട്ടിട്ട് ഓർമ്മയുണ്ടോ കൂട്ടുകാരെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു തൊപ്പിക്കൊട ഫോട്ടോ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് കാണിച്ചിട്ട് ഓർമ്മയുണ്ടോ കൂട്ടുകാരെ, ഈ തൊപ്പിക്കൊട ഒരു കാലത്ത് നമ്മളെല്ലാം ഇത് ഉപയോഗിച്ചിരുന്നു, കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. അപ്പം അതിന് ചില 2000 ലൈക്ക് അടിക്കും, ഒരു 800 കമൻറ്റും, ഒരു 900 ഷെയറൊക്കെ വന്നു. അതല്ലാണ്ട് ആ തൊപ്പിക്കൊടയെ കുറിച്ച് ആധികാരികമായിട്ട് എഴുതുക, ഒരു കഥാരൂപത്തിൽ എഴുതിയിട്ട് അങ്ങനെ എഴുതിയിട്ട് 1000 എത്തിച്ച ഒരു രണ്ടാമത്തെ വ്യക്തി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ലത്തീഫൊന്ന് ചോദിക്കുക. പത്രക്കാരോടും ചാനലോടൊന്ന് ചോദിക്കുക. അവർ ധൈര്യം തരികയാണ്. ഇപ്പം അത് ഇവിടുത്തെ വലിയ വലിയ പത്രക്കാരും ചാനലും ഉണ്ടല്ലോ, അവരോടൊന്ന് ചോദിക്കുക. ഇത്രയും കഥകൾ എഴുതിയിട്ട് തുടർച്ചയായിട്ട് എഴുതിയിട്ട് 1000 എത്തിച്ച വല്ല വ്യക്തികളും കേരള കേരളത്തിലുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കൊന്ന് വിട്ടുതരാൻ വേണ്ടിയിട്ട് അവരോട് ആവശ്യപ്പെടുക. അവർ കണ്ടെത്തട്ടെ. അത്രയ്ക്കും വലിയ കഴിവാണ്. അതെന്താ പറയാനുള്ള കാരണം, എൻ്റെ കഴിവിനെ അവർ അത്രയും വലുതായിട്ടാണ് കാണുന്നത്. അങ്ങനെ ചിലവരിപ്പോൾ എന്നോട് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 1000-ൽ എത്തിയത് വലിയൊരു സംഭവമാണെന്ന് ചുരുക്കി പറഞ്ഞ് എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. ഇനി അൻവർ പറയും പോലെ ഇനി എണ്ണത്തിന് പ്രാധാന്യം കൊടുക്കാണ്ട് ചില രചനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും എൻ്റെ തുടർച്ചയായുള്ള ചില അധ്യായങ്ങൾ വരാൻ പോകുന്നത്. നമ്മളിപ്പോൾ എഴുത്തിലൂടെ മാത്രം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുടുംബകാര്യങ്ങൾ, വ്യക്തിപരമായ കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ മുന്നോട്ട് പോകണല്ലോ. എഴുതി കഴിഞ്ഞാൽ നമുക്ക് കുടുംബം കഴിയില്ല, അതൊരു എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ജോലി, വരുമാനം, മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ? ജോലി വരുമാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മക്കളൊക്കെ എനിക്ക് ഇപ്പോൾ ഗൾഫിലാണ്. എൻ്റെ മൂത്ത മകൻ, മരോള്, രണ്ടാമത്തെ മകൻ, മൂന്നാമത്തെ മകൻ, മരോള്, ഇവരൊക്കെ ഗൾഫിലാണ്. ഇവരൊക്കെ ഏറെക്കുറെ വീട്ടുകാര്യങ്ങൾ നോക്കാറായി. പിന്നെ അത് മാത്രമല്ല, വീട്ടിൽ നിന്ന് ഞാനിപ്പോൾ പോന്നു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലാളില്ലാത്തൊരവസ്ഥ ഉണ്ട്. വീട്ടിലാരും ഇല്ല.
എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. വീട്ടിൽ ആളില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. അപ്പോൾ ഏറെക്കുറെ എപ്പോഴും ഞാൻ വീട്ടിലുണ്ടായിരിക്കണം. അങ്ങനെ അങ്ങനെ വരുമ്പോൾ ഞാനിപ്പോൾ പൊതുവേ ഞാൻ എൻ്റെ ബിസിനസ്സിനൊക്കെ ഞാനിപ്പോൾ ഒന്നുകെട്ട് പിന്നാക്ക പോന്നിട്ടുണ്ട്. പിന്നെ മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ എല്ലാം കൂടി ഉണ്ടാവുമ്പോൾ പിന്നെ ഒക്കെ അങ്ങനെ ഒത്തൊപ്പിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് പോകുന്നുണ്ട്. അടുത്തുള്ള കുടുംബം നോക്കേണ്ട അത്ര വലിയ സമ്മർദ്ദങ്ങളൊന്നും ഇപ്പോൾ എനിക്കില്ലാത്ത ഏറെക്കുറെ ഒരു ഫ്രീ ആയ ഒരു അന്തരീക്ഷമാണ്. അത് ഈ എഴുത്തിന് വളരെയധികം ഒരു ഭംഗി പകർന്ന് എന്ന് വേണം പറയാൻ. അല്ല, ഈ എഴുത്ത് തുടങ്ങിയത് ഇപ്പോൾ അടുത്ത കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷമാണല്ലോ ഉണ്ടായത്. ഈ രചനകളുടെ സർഗാത്മകത പഠനകാലത്ത്, സ്കൂൾ പഠനകാലത്തൊക്കെ ഉണ്ടായിരുന്നു? മലമക്കാവ് സ്കൂൾ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. മലമക്കാവ് സ്കൂൾ പഠിക്കുമ്പോൾ അന്നത്തെ സ്കൂൾ മാസികക്ക് ഞാൻ ധാരാളം കഥകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ പിന്നെ രാത്രിയിലെ ആരാധികൻ എന്നൊരു കഥക്ക് എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു കഥാപാത്രം മൂപ്പര് പകൽ ഫുള്ളായിട്ട് കിടന്നുറങ്ങിയിട്ട് രാത്രിയിലേ പുറത്തിറങ്ങുള്ളൂ. അങ്ങനെ ഒരു കഥ ഞാൻ എഴുതിയിട്ടുണ്ട്. ആ കഥക്ക് എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ മാസികക്ക് ഞാൻ കഥകളെല്ലാം എഴുതിയിട്ട് അന്ന് എനിക്ക് കഥ എഴുതിയിട്ട് എൻ്റെ കയ്യിൽ കഥാപുസ്തകം ഉണ്ടായിരുന്നു. അതായത് വലിയൊരു നോട്ട് പുസ്തകത്തിൽ ഞാൻ എൻ്റെ കഥകളെല്ലാം എഴുതിയിട്ട് അത് പിന്നെ മറ്റ് ക്ലാസ്സിലെ വിദ്യാർത്ഥികളെല്ലാം വന്നിട്ട് ആ കഥാപുസ്തകം തരുമോ, ലത്തീഫ കഥാപുസ്തകം തരുമോ പറഞ്ഞിട്ട് അവർ വാങ്ങി കൊണ്ടുപോയിട്ട് ഇത് വായിച്ചിരുന്നു ആ കഥകളൊക്കെ. അങ്ങനെ മലമക്കാവ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ കഥകളെല്ലാം എഴുതിയിരുന്നു. പക്ഷേ തൃത്താല സ്കൂളിലേക്ക് ഞാൻ ചേർന്നോട് കൂടിയിട്ട് ഈ കഥാരംഗത്ത് ഞാൻ വിട്ടു നിന്ന് അതെനിക്ക് വലിയൊരു നഷ്ടമായി. പിന്നെ ജോലി അവസരാർത്ഥം ഞാൻ ബോംബെ പോയി. അങ്ങനെ പിന്നെ ഈ പിന്നെ സാഹിത്യരംഗത്ത് നിന്ന് ഞാൻ പൂർണ്ണമായും വിട്ടു നിന്ന് പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് പലരും പറഞ്ഞത്, എന്നെ പറ്റി അറിയുന്ന പലരും പറഞ്ഞത്, ലത്തീഫിൻ്റെ പഴയ കഴിവുണ്ടല്ലോ, ആ കഴിവൊന്ന് പുറത്തെടുക്കാനുള്ള നല്ലൊരു അവസരമാണ് ഇപ്പോൾ ഫേസ്ബുക്ക് തന്നിക്കുന്നത്, ഒന്ന് ശ്രമിച്ചൂടെ എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ സോഷ്യൽ മീഡിയ കടന്നു വന്നതും ഇങ്ങനെ ഒരു കഥാരംഗത്തേക്ക് കടന്നു വരാനുള്ള കാരണം. ജോലി ആവശ്യാർത്ഥം ബോംബെയിലായിരുന്നല്ലോ കുറച്ച് കാലം. ചില പോസ്റ്റൊക്കെ ബോംബെയുമായി ബന്ധപ്പെട്ടുള്ള ചില കഥകളുണ്ടായിരുന്നു. അതുണ്ട്. ഞാൻ കഥ എഴുതുമ്പോൾ പല പിന്നെ അധ്യായങ്ങളും ബോംബെയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഞാൻ ഷൊർണൂർ ട്രെയിൻ കയറി കഴിഞ്ഞാൽ ഷൊർണൂരിൽ നിന്ന് ബോംബെ വീട്ടി, ഇന്നിപ്പോൾ CST ആണ്, ബോംബെ വീട്ടി എത്തുന്നത് വരെയുള്ള സ്റ്റേഷൻ്റെ പേര് വെച്ചിട്ട് ഞാൻ കഥ എഴുതിയാണ്. അന്നൊക്കെ ഞങ്ങൾ ജയന്തി ജനതക്കാണ് അന്ന് ബോംബെയിൽ പോയത്. ഷൊർണൂരിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ഒറ്റപ്പാലം കഴിഞ്ഞ പാലക്കാട്, കോയമ്പത്തൂർ, ഈരോട്, സേലം, ജോളാർപേട്ട, കാട്പാട്, റേണികുണ്ട, കടപ്പ, റേണി, അങ്ങനെ പോയിട്ട് റൈച്ചൂർ, വാടി, കൊടുപ്പുറ, താനെ, ബോംബെ വീട്ടി വരെ ഫുള്ള് അതിൻ്റെ സ്റ്റേഷൻ കംപ്ലീറ്റ് വെച്ചിട്ട് ഞാൻ മനോഹരമായിട്ടുള്ള കഥ എഴുതിയ ആളാണ്. കഥ വായിച്ച അനുഭവം പലർക്കും ഉണ്ട്. ലത്തീഫിനെ ഞാൻ അധികം കാണുന്നത് ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളായിട്ടാണ്. സ്ഥിരം ബസ് യാത്രക്കാരനാണ്. ഇപ്പം നമ്മൾ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ബൈക്ക് അല്ലെങ്കിൽ കാറൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. സൈക്കിൾ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ പോലും ഞാൻ ലത്തീഫ് സൈക്കിൾ ഉപയോഗിച്ചായി കണ്ടിട്ടില്ല. അതുപോലെ ബൈക്കും കാറും. അതെന്താണ് ആ മേഖലയിലേക്ക് പോകായിരുന്നു? അത് എനിക്ക് ഞാൻ സൈക്കിൾ ചവിട്ടൊക്കെ നന്നായി പഠിച്ചിരുന്ന ആളാണ്. പക്ഷേ എനിക്ക് വലിയൊരു വീഴ്ച സംഭവിച്ചു. ആ വീഴ്ചയിൽ എനിക്ക് പരിക്ക് പറ്റി. ആ സൈക്കിൾ ചവിട്ടലും സൈക്കിൾ ചവിട്ടാനുള്ള താല്പര്യം ഞാൻ അതോടുകൂടി ഉപേക്ഷിച്ചു. ആ വീഴ്ചയുടെ പരിക്ക് ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ അനുഭവിക്കുന്ന ഒരാളാണ്. അതാണ് പിന്നെ എനിക്ക് സൈക്കിൾ ചവിട്ടിനോട് എനിക്ക് താല്പര്യം ഇല്ലാണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ വണ്ടിയെ തൊട്ടിട്ടില്ല. അതെനിക്കിപ്പോൾ വലിയൊരു നഷ്ടമായി തോന്നുകയാണ്. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് ദ്രുതഗതിയിൽ സഞ്ചരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് എനിക്ക് ഇത്രയും കഴിവില്ലായ്മ വന്നതിൽ എനിക്ക് വലിയ നഷ്ടങ്ങളാണ്. പഴയ പരിപാടിക്ക് ഓരോരുത്തർ വിളിക്കുമ്പോൾ നമുക്കതൊക്കെ ബസ് കയറിയിട്ടും നടന്നിട്ടും പോകേണ്ട വലിയൊരവസ്ഥയാണ്. അല്ലെങ്കിൽ പരസഹായം തേടേണ്ട വലിയൊരവസ്ഥയാണ്. അപ്പോൾ എനിക്ക് അത് വലിയൊരു നഷ്ടമായിട്ട്, ഒരു സങ്കടമായിട്ട് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നു. അല്ല, ആ കഴിവില്ലെങ്കിലും അതിന് മറ്റൊരു കഴിവ് പഠിച്ചത് തീർച്ചയായും. അല്ല, ഒരു ബസ് യാത്രാ പ്രേമിയാണ്. ചില രചനകളിലൊക്കെ ബസ്സിനെ കുറിച്ചും ബസ്സിലെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് ഞാൻ കണ്ടു. ബസ്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്ക് ഇനി വാഹനമുണ്ട്, വീട്ടിൽ സ്വന്തമായി വാഹനമുണ്ട്. ഇപ്പോൾ മകൻ വണ്ടി ഓടിക്കുന്നൊക്കെ ഉണ്ട്. വീട്ടിൽ സ്വന്തമായി കാറും ബൈക്കൊക്കെ ഉള്ളതാണ്. എന്നാലും എനിക്ക് എവിടേക്കെങ്കിലും പോകുമ്പോൾ ബസ്സിൽ പോകാൻ എനിക്കിഷ്ടം. കാരണം ബസ് യാത്ര അതിൻ്റെ ഒരു സുഖം അന്നും ഇന്നും വേറെ തന്നെയാണ്. ആ സുഖം നമുക്ക് കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ പരിചയക്കാരൊക്കെ ബസ്സിൽ കയറും. ആ സൗഹൃദം പുതുക്കിക്കൊണ്ടുള്ള ആ ബസ് യാത്ര അത് എന്നും ഒരു സുഖം തന്നെയാണ്. ഒരു മനസ്സിന് ഒരു ഉല്ലാസം കിട്ടുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ബസ് യാത്ര. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ സ്കൂൾ ലൈഫിൽ കാര്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നില്ല.
സ്കൂൾ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സജീവമായിട്ട് എഴുത്തിൻ്റെ മേഖലയിലുണ്ട്. അപ്പം അന്ന് നമ്മൾ പഠിപ്പിച്ച ടീച്ചർമാരും മാഷന്മാരൊക്കെ കാണുന്നുണ്ടാവല്ലോ. അപ്പോൾ അന്നത്തെ ലത്തീഫിന് ഇന്നത്തെ ലത്തീഫിന് അവർ കമ്പയർ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഇത്രയും കഴിവുകളുള്ള ലത്തീഫിനെ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു കുറ്റബോധം ഏതെങ്കിലും അധ്യാപകർ പറയേണ്ടതായിട്ടുണ്ടോ? 1-2 അധ്യാപകർ മലമക്ക സ്കൂളിൽ നിന്ന് കാണുമ്പോൾ എന്നോട് ലത്തീഫിൻ്റെ കഥകളൊക്കെ വളരെ നല്ലതാണ്, ലത്തീഫിൽ നിന്ന് അന്ന് ഞങ്ങൾ ഒരു കഴിവിനെ കണ്ടിരുന്നു, പക്ഷേ ആ കഴിവ് ഇത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അന്ന് മനസ്സിലായിരുന്നില്ല. ഇതൊരു അപാരമായ കഴിവാണ്. ഞങ്ങൾ കൂടി മറന്ന കാര്യങ്ങൾ, വളരെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ അത് ഓർമ്മിച്ചിട്ട് അതൊരു വരികളാക്കിയിട്ട്, ഓർമ്മിച്ചാൽ മാത്രം പോരല്ലോ, എഴുതിയാൽ മാത്രം പോരല്ലോ, അതിന് നല്ല സർഗാത്മക വരികളായിട്ട് ഒരു കവിതാരൂപത്തിൽ, ഗദ്യ കവിതാരൂപത്തിൽ അങ്ങനെ എഴുതുന്നത് നല്ലൊരു കഴിവ് തന്നെയാണ് എന്ന് അധ്യാപകർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതല്ല, വിദ്യാർത്ഥികൾക്കാണ് ഞെട്ടലുണ്ടായിരിക്കുന്നത്. എൻ്റെ സഹപാഠികൾ, എൻ്റെ കൂടെ പഠിച്ചവർക്കാണ് ഇദ്ദേഹത്തിന് ഇങ്ങനൊരു കഴിവുണ്ടോ, അവർക്കാണ് ഇതിൽ മഹാ അത്ഭുതം പ്രകടിപ്പിച്ചിട്ട് ഞെട്ടല് അവർക്കാണ് വന്നിരിക്കുന്നത്. ആ ലത്തീഫ് തന്നെയാണോ ഈ ലത്തീഫ് എന്ന് പറയുകയാണ്. അവർ ഇപ്പോഴും ഇതിൽ ഓരോ അധ്യായം വരുമ്പോഴും അവരിതിൽ കൂടുതലും മഹാ അത്ഭുതം പ്രകടിപ്പിക്കുകയാണ്. കാരണം ഇത് സ്റ്റോപ്പ് ആവണില്ല. ഒന്ന് കഴിഞ്ഞാൽ വ്യത്യസ്ത രചനകൾ, വ്യത്യസ്ത അധ്യായങ്ങൾ വരുമ്പോൾ ഇപ്പോഴും അതിലവർ മഹാ അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. ലത്തീഫ് ഇത്രയും എഴുതിയിട്ട് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് അറിയാം, പക്ഷെ വാർത്താ പ്രാധാന്യം ഈ വിഷയത്തിൽ എത്രത്തോളം കിട്ടിയിട്ടുണ്ട്? അതായത് ചില മീഡിയകൾ, പത്രമാധ്യമങ്ങൾ എത്രത്തോളം ഈ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ട്? അതായത് എൻ്റെ എഴുത്ത് ആദ്യമായി എൻ്റെ അക്ഷര കഴിവിനെ കണ്ടെത്തിയത് മീഡിയ 1 ചാനലിലാണ്. കഴിഞ്ഞ വർഷം അവർ വളരെയധികം വാർത്താ പ്രാധാന്യം അതിന് കൊടുത്തിരുന്നു. കാരണം അവർ അന്ന് എഴുതിയിട്ട് 773 എപ്പിസോഡ് എത്തുമ്പോഴാണ് അവരെന്നെ ഇൻ്റർവ്യൂ ചെയ്തത്. ആ ഇൻ്റർവ്യൂ ചെയ്തിട്ട് 805 എപ്പിസോഡ് എത്തിൻ്റെ ശേഷമാണ് അവർ അത് പ്രക്ഷേപണം ചെയ്തത്. അപ്പോൾ അതിലവർ പറഞ്ഞിരുന്നു, നമ്മൾ പുതിയ തലമുറയെയും പഴയ തലമുറയെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പ്രവർത്തിക്കുകയാണ് പാലക്കാട് തൃത്തായി ലത്തീഫ് കൂടല്ലൂർ എന്ന നവമാധ്യമ എഴുത്തുകാരൻ എന്നവർ പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്പോൾ സത്യത്തിൽ അവർ അത് കണ്ടെത്തി. കാരണം അവർ എൻ്റെ ഓരോ ഫോട്ടോ, ഓരോ അധ്യായം അതിൽ പ്രത്യേകം അവരിങ്ങനെ കാണിക്കുന്നുണ്ട്. പണ്ടത്തെ കുഴിയാന, പണ്ടത്തെ കടലാവണക്ക് വണ്ടി, പണ്ടത്തെ ചെരുപ്പ് വണ്ടി, പണ്ടത്തെ അവട്ടുകളി, അങ്ങനെ ഞാൻ എഴുതിയ ഓരോ വിഷയങ്ങളും അപ്പോൾ അവർ അതായത് എഴുത്തിൽ കണ്ടെത്തിയിട്ട് അവരത് ശ്രോതാക്കൾക്ക് കാണിച്ചു കൊടുക്കുന്ന നല്ലൊരു രംഗം ആ വീഡിയോ ചാനലിൽ കാണുകയുണ്ടായി. അങ്ങനെ മീഡിയ 1 ചാനലിൽ എൻ്റെ വാർത്ത വന്നിരുന്നു. അങ്ങനെ പിന്നെ അൻവറിൻ്റെ ചാനലുകൾ, പിന്നെ പലരും എൻ്റെ കഥകൾ എന്നെ കുറിച്ചിട്ട് ചില ഫേസ്ബുക്ക് പേജിലൂടെ തന്നെ എൻ്റെ കഴിവിനെ പ്രകടിപ്പിച്ചിട്ട് എഴുതിയിട്ടുള്ള അത്രയുള്ള ചില വാർത്തകളാണ് ഇതുവരെ എത്തിയിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ ലത്തീഫ് കൂടല്ലൂർ എല്ലാ വാർത്താ മാധ്യമങ്ങളും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ലത്തീഫ് കൂടല്ലൂർ എന്ന ഗ്രാമത്തിൻ്റെ കഥകളാണ് കൂടുതൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൂടല്ലൂർ എന്ന ആ ഗ്രാമത്തിൻ്റെ ചുറ്റുപ്രദേശം അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആനക്കരയെക്കുറിച്ചും കുമരലിനെ കുറിച്ചും കുമ്പിടിയെക്കുറിച്ചും അങ്ങനെ തൃത്താലയെക്കുറിച്ചും അങ്ങനെ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട്. മലപ്പുറം പാലക്കാട് ജില്ലയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് സ്ഥലം, അത് പുഴ അക്കരെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ, അവിടെയൊക്കെ ഒരുപാട് കഥകൾ ഉണ്ടാവുമല്ലോ. അപ്പം അത്തരം കഥകൾ കണ്ടെത്തി അത് ജനങ്ങൾക്ക് എത്തിക്കാനുള്ളൊരു പരിശ്രമം ആഗ്രഹിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടോ? അതായത് ഞാൻ എഴുതിയത് കൂടല്ലൂരിൻ്റെ കഥ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ എഴുതിയ കളികൾ, പണ്ടത്തെ കല്യാണങ്ങളൊക്കെ അതൊക്കെ പൊതുവായ കാര്യങ്ങളാണ്. അതായത് ഞാനിപ്പോൾ ഒരു 5 കല്ല് കളിയെക്കുറിച്ച് എഴുതുകയാണെങ്കിൽ 5 കല്ല് കളി കൂടല്ലൂർ മാത്രം ഒതുങ്ങിക്കണ ഒന്നായിരുന്നില്ല. അതുപോലെ കുട്ടിയും കളി, വട്ടുകളി, ചട്ടിപ്പന്ത്, ഏറുപന്ത്, അങ്ങനെ കളികളൊന്നും കൂടല്ലൂരിൽ മാത്രം ഒതുങ്ങിക്കുന്ന ഒന്നായിരുന്നില്ല. അതൊക്കെ പൊതു കാര്യങ്ങളാണ്. അങ്ങനെ പൊതു കാര്യങ്ങളായിട്ട് ഞാൻ കുറേ അധ്യായങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് എൻ്റെ അറിവിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 10-400 അധ്യായങ്ങളും ഈ 1000 കഥകളിൽ ഒരു 400 കഥകളും ഒരു പൊതുവായ കാര്യങ്ങളാണെന്നാണ് ഞാൻ അതിൽ മനസ്സിലാക്കുന്നത്. അതിൻ്റെ പുറമെ ഞാൻ നമ്മളെ ആനക്കര, വടക്കത്ത് സുശീലാമ്മ, അമ്മു സ്വാമിനാഥൻ, സുഭാഷിണി അലി, ഈ വ്യക്തിപ്രഭാവത്തെക്കുറിച്ച് മനോഹരമായിട്ട് ഞാൻ ആ അധ്യായം ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത അധ്യായം നമ്മുടെ ക്യാപ്റ്റൻ ലക്ഷ്മിയെ കുറിച്ചിട്ട്, അതുപോലെ നമ്മളെ എന്താണ് അങ്ങനെ കുറേ കുട്ടിമാളും അമ്മ, അക്കിത്തം,
അതുപോലെ നമ്മളെ മല്ലിക സാരാഭായി, ഇങ്ങനെ കുറേ വ്യക്തിത്വങ്ങൾ ഇനിയും വരുന്നുണ്ട്. അവരെക്കുറിച്ചുള്ള പിന്നെ കഥകളും ഞാൻ ചരിത്രവും ഞാൻ എഴുതുന്നുണ്ട്. അതിൻ്റെ പുറമെ നമ്മളെ പിന്നെ പന്നിയൂർ പിന്നെ വരാഹമൂത്രി ക്ഷേത്രം, ആ ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ ഒരു അധ്യായത്തിൽ 3 ഭാഗമാക്കി ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുഴുവൻ ഐതിഹ്യം എടുത്ത് എഴുതിയിട്ട് വളരെയധികം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട്, അഹമ്മദാബാദിൽ നിന്നും ബോംബെ നിന്നും എനിക്ക് ആ അധ്യായം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടോ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ ഒരുപാട് ആളുകൾക്ക് എനിക്ക് ഫോൺ വിളിച്ചിട്ട് എന്നെ അഭിനന്ദിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതലൊരു കാര്യമല്ല, പൊതുവായ കാര്യങ്ങളും കഥാ സാഹചര്യം അധികം കൂടുതലൂർ കേന്ദ്രീകരിച്ചിട്ടാണ് എൻ്റെ കഥ എങ്കിലും കൂടിയിട്ട് അതിൽ പിന്നെ പൊതുവായ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ പൊതുവായ കാര്യങ്ങളും ധാരാളം എഴുതിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും അതിനൊരു അഭിനന്ദനം പിന്നെ എനിക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും ലത്തീഫിന്റെ കഥകൾ കൂടല്ലൂർ കടന്ന് ഈ കേരളക്കരയിൽ മുഴുവൻ പ്രചരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇപ്പൊ ഈ എഴുത്തിലൂടെ നമ്മളിപ്പോ എഴുതി ഇങ്ങനെ എണ്ണം തേഞ്ഞെങ്കിലും കൂടി വരും തലമുറക്ക് ഇതിലെന്തൊരു പ്രചോദനമാണ് നൽകാൻ കഴിയും? വരും തലമുറക്ക് നമ്മൾ എങ്ങനെ ജീവിച്ചു വന്നു ഇത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളൊക്കെ കുട്ടിക്കാലത്തെ പട്ടിണി, അതായത് ഭക്ഷണ ദാരിദ്ര്യം, ഇന്ന് തീന്മേശം നിറഞ്ഞു നിൽക്കുകയാണ്. സദാസമയത്തും തീമേശയിൽ ധാരാളം രുചി വിഭവങ്ങളാണ് ഇന്നുള്ളത്. അതുപോലെ നമ്മളങ്ങനെയല്ല. നമ്മളൊക്കെ ചേമ്പ് പുഴുങ്ങിയത്, കാവത്ത് കൂട്ടാൻ വെച്ചത്, അല്ലെങ്കിൽ അരിമണി വറുത്തത്, അല്ലെങ്കിൽ 2 ബിസ്ക്കറ്റ് കഴിച്ചിട്ട് ഒക്കെയാണ് നമ്മളെ പ്രഭാത ഭക്ഷണം. ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് വളർന്ന നമ്മളെ ചുറ്റുപാടുകൾ പിന്നെ നമ്മളിങ്ങനെ അവർക്ക് നമ്മൾ എഴുതി അറിയിക്കുമ്പോൾ അവർക്ക് ഈ കഷ്ടപ്പാടിനെ കുറിച്ച് നമ്മളെ പൂർവികരൊക്കെ എത്ര ത്യാഗം സഹിച്ചിട്ടാണ് ഞങ്ങളൊക്കെ വളർത്തി കൊണ്ടുവന്നത് എന്നുള്ള ഒരു തോന്നലിലൂടെ അവർ തീർച്ചയായിരിക്കും അവർക്ക് വല്ലാണ്ട് അത്യാഡംബര ജീവിതം ആവുമ്പോൾ ഒരു മനസ്സാന്തരത്തിന് നമ്മുടെ എഴുത്തിന് സഹായകമാവും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് വായിച്ചുള്ള പ്രചോദനം ഉൾക്കൊണ്ട് ഒരു ജീവിതം ചിട്ടപ്പെടുത്താൻ തീർച്ചയായിട്ടും ആ വല്ലാണ്ട് ആ പട്ടം പൊട്ടിപ്പോണുണ്ടല്ലോ, അതിനൊരു കടിഞ്ഞാണായിട്ട് എൻ്റെ എഴുത്തിനെ സഹായിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും എന്തായാലും വരും തലമുറക്കും ലത്തീഫിന്റെ എഴുത്തുകൾ പ്രചോദനമാവട്ടെ. അവരുടെ ജീവിതക്രമങ്ങൾ മാറ്റപ്പെടാൻ ഈ എഴുത്തുകൾ സഹായിച്ചെങ്കിൽ തീർച്ചയായും എല്ലാവരും അതിൽ സന്തോഷിക്കും. തീർച്ചയായും ലത്തീഫ് ഭാഗ്യവാനായിരിക്കും. എന്തായാലും ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷയിലും ഉദ്ദേശിച്ചതിലും ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായി ലത്തീഫ് കൂടുതൽ പങ്കുവെച്ചു. ഇനിയും പലതും അദ്ദേഹത്തിന് പറയാനുണ്ട്. വരും പോഡ്കാസ്റ്റുകളിൽ നമുക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടുത്താം. എന്തായാലും ആദ്യമായൊരു സംരംഭം ഞാൻ ഇന്ന് തുടങ്ങി വെച്ചാണ്. നിങ്ങളൊക്കെ കഴിഞ്ഞ കാല സഹകരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനങ്ങനെ ഒരു മീഡിയ പേഴ്സൺ ഒന്നുമല്ല, ജേർണലിസം പഠിച്ച ആളൊന്നുമല്ല. ആ വിഷയം പറയുമ്പോൾ കൂടല്ലൂർ എന്ന ഗ്രാമത്തെക്കുറിച്ച് ചില കഥകൾ അല്ലെങ്കിൽ ചരിത്രങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചെയ്തുകൊണ്ടാണ് ഞാനും വളർന്നു വന്നത്. എൻ്റെ കൂടല്ലൂർ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ കഴിഞ്ഞു. അതിലൊക്കെ ലത്തീഫ് കൂടല്ലൂരും ബന്ധപ്പെട്ട ആളുകളൊക്കെ അന്ന് സജീവമായിട്ടുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് നമുക്ക് ഈ പറയുന്ന പോലെ ചരിത്രങ്ങളോ അല്ലെങ്കിൽ ഗവേഷണാത്മകമായ ചില രചനകൾ നടത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഓരോരുത്തരും വ്യത്യസ്തമായ കഴിവുകളാണല്ലോ. എങ്കിലും ഈ ഇൻ്റർവ്യൂ എന്നുള്ളത് എനിക്കൊരു പാഷനാണ്. മാധ്യമരംഗത്തും അങ്ങനെ തന്നെ. നമ്മൾ പ്രൊഫഷൻ വേറെ ആണെങ്കിൽ കൂടിയിട്ട് മാധ്യമരംഗത്ത് പ്രവർത്തിക്കുക എന്നുള്ളൊരു താല്പര്യത്തിൻ്റെ പേരിലാണ് ഈ ഒഴിവു സമയങ്ങളിൽ ഇതുവേണ്ടി ചെലവഴിക്കുന്നത്. എന്തായാലും എൻ്റെ നാട്ടുകാരുടെ സുഹൃത്തുക്കൾ ഒരുപാട് പിന്തുണ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പോഡ്കാസ്റ്റ് എന്നുള്ളൊരു സംഭവം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് കാലമായി നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പോൾ അത്തരമൊരു മേഖലയിലേക്ക് ഇറങ്ങണമെന്ന ആഗ്രഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മുന്നേ ഉള്ള ആഗ്രഹമായിരുന്നു. അതിലുള്ള സമയവും സാഹചര്യം സന്ദർഭവും ഒത്തുവന്നു എന്നാണ് നിങ്ങളുടെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി ചെലവഴിച്ച ലത്തീഫ് കൊണ്ട്. പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ ഔപചാരികതകളൊന്നും ഒന്നും പറയേണ്ട കാര്യം, നമ്മൾ സുഹൃത്തുക്കളാണ്, നാട്ടുകാരാണെങ്കിലും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഇത്രയും സമയം അനുവദിച്ച് തന്ന ഇതിൽ ഈ പോഡ്കാസ്റ്റിൽ പങ്കെടുത്തതിന് എല്ലാവിധ നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്താം. താങ്ക് യു.